ഹായ്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്നാക്സ് ആയാലോ? അപ്പം കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്മീൻ പരിപ്പ് വടയാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുതേ. ഓക്കെ. ചെമ്മീൻ വടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക്, 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ കൊതുത്തെടുത്ത ഒരു അരക്കപ്പ് പരിപ്പ് നമുക്കിവിടെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും എരിവൊക്കെ കണക്കാണോ എന്നൊന്ന് ജസ്റ്റ് നോക്കണം. കാശ്മീരി മുളക് പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തു. അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഫിഷ് ഐറ്റം ചേർക്കുമ്പോൾ ഇത്തിരി സ്പൈസിയും കൂടിയാകാം അല്ലേ? അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. നോക്കുമ്പം എരിവും ഉപ്പും ഇത്തിരി മുന്നിട്ട് നിൽക്കണം, കാരണം നമുക്കിത് ചെമ്മീൻ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചെമ്മീൻ ചേർക്കുന്നതിന് മുമ്പായിട്ടാണ് ഉപ്പ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 350 ഗ്രാം ചെമ്മീനോളം ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിതിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനാവശ്യമായ ഒരു കുറച്ച് ചെമ്മീൻ എടുക്കാം. അപ്പം 8 ചെമ്മീൻ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ വട ഉണ്ടാക്കിയെടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെയാകാം. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ദാണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഇങ്ങനെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ. അപ്പം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തിന്നായിട്ട് വേണം എടുക്കാൻ. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേകാണ്ടിരിക്കും. ചൂടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതാണ്ട് ആദ്യം ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്ട് 2 വശം നന്നായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ എടുത്ത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അടുത്ത സെറ്റും താണ്ട് ഇവിടെ കിടന്ന് ഫ്രൈ ആവുന്നു. അപ്പോൾ എന്താണ്ട് നമ്മുടെ ചെമ്മീൻ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.